യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവം പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവം പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോൻ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോൻ നീ. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പാടാം. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഉച്ചത്തിൽ പാടാം. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എന്ന് പാടാം. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പാടാം. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒപ്പം നടന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് ദിവ്യബലി അർപ്പണത്തിൻ്റെ തുടർച്ചയായി പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇനി ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില നിയോഗങ്ങളും പ്രാർത്ഥനകളും ചില വേദനകളും ഞെരുക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമുക്കുണ്ട്. ചില രോഗാവസ്ഥകൾ നമുക്കുണ്ട്. അവയൊക്കെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം
11-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഇപ്രകാരമാണ്: സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിൻ്റെ നാമം അതത്രമാത്രം മഹോന്നതമാണെന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കർത്താവിൻ്റെ നാമത്തെ നമ്മളെപ്പോഴൊക്കെ പ്രകീർത്തിക്കുന്നുവോ അപ്പോഴൊക്കെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം, അവിടെ ഒരു രാത്രിയിൽ കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്: ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ഞാൻ എൻ്റെ കണ്ണുകളും കാതുകളും ജാഗരൂകമായിരിക്കും എന്ന്. ദൈവാലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ തൻ്റെ കണ്ണും കാതും ജാഗ്രതയോടുകൂടെ തുറന്നു വച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദിവ്യബലി മധ്യേ വായിച്ചു കേട്ട സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വഴിതെറ്റിപ്പോയ ആടിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയി. ബാക്കി 99 മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ, വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയനെ കുറിച്ച്. നമ്മളാരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഈശോ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏറ്റവും ചെറിയവരായിരുന്നാൽ പോലും ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാട് ഈ ഉള്ള 99 ആടുകൾക്ക് സമാനമാണെന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. ആ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ ദിവ്യകാരുണ്യ അപ്പമായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പരിശുദ്ധനായ ദൈവം മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്നു എന്ന്. ഇന്ന് ഈശോ നമ്മുടെ മധ്യേ മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുകയാണ്. അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന് 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ ഏറ്റുപറയാൻ പോവുകയാണ്. ഈശോയുടെ നാമത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ആരാധനയുടെ സമയം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ ദേവാലയത്തിലിരിക്കുന്ന നമ്മുടെ മേൽ പറന്നിറങ്ങുവാൻ, നമ്മുടെ ഭവനങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ, നമ്മുടെ ഈ ഇടവക സമൂഹത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ അന്ധകാര ശക്തികളെയും തിന്മയുടെ സകല സ്വാധീനങ്ങളെയും അവിടുന്ന് ബന്ധിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ പുതുചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തല പ്രവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു, അവരുടെ മേൽ ആവസിച്ചു. ആത്മാവ് കൊടുത്ത ഭാഷണപരം അനുസരിച്ച് അവർ പ്രസംഗിച്ചു എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ന ദാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. തീക്ഷ്ണതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം.
സ്തുതിപ്പെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഉയർത്തിയ കരങ്ങളോടുകൂടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ ഉയർത്തിയ കരങ്ങൾ വഴി നമ്മുടെ യാചനകളും നിയോഗങ്ങളുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നത്. ഒന്ന്, ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, എല്ലാ കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തി സ്വതന്ത്രമായിട്ട് ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും എന്ന് യാതൊരുവിധ ചിന്തയുമില്ലാതെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു 5 പേര് കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ, ആരും വെറുതെ നിൽക്കരുത്. എല്ലാവരും സ്തുതിക്കുക, എല്ലാവരും സ്തുതിച്ചേ. സ്വരമുയർത്തി എല്ലാ നാവുകളും ചലിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. എല്ലാ നാവുകളും ചലിപ്പിച്ചേ, അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും പ്രകീർത്തിക്കട്ടെ. സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ. എല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ. സ്തുതികളൊക്കെ ഉയരട്ടെ, സ്തുതികളൊക്കെ ഉയരട്ടെ. ആരും വെറുതെ നിൽക്കരുത്. സ്തുതി ഒരു പ്രാർത്ഥനയാണ്. മഹത്വത്തോടെ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ നാമത്തെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം അത്യധികം അവനെ ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകല മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ നാമത്തെ സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ, വിളിച്ചേ. എല്ലാവരും സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേല് അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ സ്തുതികളും ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങളടിച്ചാണ് നമുക്ക് പാടാം. എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശക്തിയോടെ, തീക്ഷ്ണതയോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുക. ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ സ്വർഗം തുറന്ന പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേലെ പറന്നിറങ്ങിയതുപോലെ നമ്മിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, ഇടവക സമൂഹത്തിലേക്ക് ഓ പരിശുദ്ധാത്മാവെ വന്നിറങ്ങണമേ എന്ന ദാഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ.
ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നാളുകൾ പ്രാർത്ഥിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന ദാഹത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വലിയ കൃപ വർഷിക്കപ്പെടുകയാണ്. ആത്മാവിന്റെ ചൈതന്യം നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. സഹിയോൻ ശാല തന്നിൽ തേനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹിയോൻ ശാല തന്നിൽ തേനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സദനം നിറയും ധീരതയോടെ ചരിക്കാം അഗ്നി സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സദനം നിറയും ധീരതയോടെ ചരിക്കാം അഗ്നി സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും സ്തുതിച്ച് ദാഹത്തോടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇടവക സമൂഹത്തെ മുഴുവനും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച ഇതാ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഈ ജനത്തിന്റെ മേല് വർഷിക്കണമേ എന്ന് ഞങ്ങളിതാ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി ഈശോയെ വിളിച്ച് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ലഭിച്ച ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയും, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും
നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം, അതിൻ്റെ നിറവിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ജീവിച്ച വലിയ വ്യക്തി അത് പരിശുദ്ധി അമ്മയാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. ഇരുന്നോ എല്ലാവരും? ഇരുന്നോ? എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നുകൂടെ സന്തോഷത്തോടെ പരസ്പരം ഒന്ന് സ്തുതി പറഞ്ഞ് സന്തോഷമാണ് എല്ലാവർക്കും. സുഖമാണ് എല്ലാവർക്കും. അത് പറയുന്നതിനൊരു സുഖം വരുന്നില്ലല്ലോ അല്ലേ? സുഖമാണോ എല്ലാവർക്കും? ആണ്. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുയ്യമ്പള്ളിയിലും വെള്ളാണിക്കുരിശിലും വരുന്നവർക്കറിയാം അല്ലേ? ചോദ്യങ്ങളോടുകൂടെയാണ്, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ചോദ്യങ്ങളിലൂടെയായിരിക്കും നമ്മളുടെ ഈ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. അറിയാവുന്ന ഉത്തരം നിങ്ങൾ പറയുക, അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ സാഘോഷം കൊണ്ടാടുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് ഈ തിരുനാൾ ദിവസം ബലിയർപ്പിക്കാൻ വരുന്നത്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് തിരുനാളിൻ്റെ തലേ ദിവസം, സായാഹ്ന പ്രാർത്ഥന ദിവസം ഇതുപോലെ ബലിയർപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടെ ഏൽപ്പിച്ചു. എന്താണ്? ഒരു വചന പ്രഘോഷണം കൂടെ. അപ്പോൾ നമ്മളിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനും ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഗൃഹസ്ഥമാക്കി വെക്കുകയും വേണം. ആരെങ്കിലും ചോദിച്ചാൽ നമുക്കെന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടാകണം. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പലരും നമ്മളോട് പല രീതിയിൽ പല കാര്യങ്ങൾ അവതരിപ്പിക്കും അല്ലേ? എന്തിനാണ് അമ്മയെ ഇത്രയധികം വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? പ്രത്യേകിച്ച് നമ്മൾ ഉത്തരവൊന്നും പറയാറില്ല. ഞങ്ങളുടെ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നു അല്ലേ? പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു, അതങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്ന് നമ്മൾ പറയണം. മനസ്സിലായല്ലോ? ആർക്കും വേണ്ടി അമ്മയെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗാരോപിത മാതാവിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ കടന്നു ചെന്ന ചില ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളുടെ പ്രത്യേകത കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? ഈ അമ്മയെ അങ്ങ് കുറേ കൂടെ സ്നേഹിക്കാൻ തോന്നും. പരിശുദ്ധ അമ്മ കടന്നു ചെന്ന ചില വീടുകൾ, നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന പരിശുദ്ധ അമ്മ കടന്നു ചെന്ന വീടുകൾ ഏതൊക്കെയാണ്? ഉത്തരം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ലൈവ് പോകുന്നതൊന്നുമല്ല, വെറുതെ ക്യാമറ വെച്ചിരിക്കുന്നതെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെ ഭവനങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ കടന്നു ചെന്നത്? ഇതറിഞ്ഞാലേ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. എവിടെയാണ്? ക്ലിയർ ആവുന്നില്ല പറയുന്നത്. കാനായിലെ കല്യാണ വീട്, ഓക്കെ, അതുണ്ട്.
എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. മിടുക്കന്മാരും മിടുക്കികളൊക്കെയാണ്. ഓക്കെ, എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നു. ഇനി ഏതെങ്കിലും വീടുകളുണ്ടോ? ഇനി ഏതെങ്കിലും വീടുകൾ? ഓഫ് കോഴ്സ് നമ്മൾ നസ്രത്തിലെ ഭവനം വിടാൻ പാടില്ല. അമ്മ കടന്നു ചെന്ന ഔസേപ്പിതാവിൻ്റെ ഭവനമില്ലേ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അതാണ് ഒന്നാമത്തെ വീടെന്ന് പറയാം. നസ്രത്തിലെ വീടാണ് പരിശുദ്ധി അമ്മ കടന്നു ചെന്ന ഒന്നാമത്തെ വീട്. രണ്ടാമത്തെ വീടെന്ന് പറയുന്നത് തൻ്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തിനെ 6-ാം മാസത്തിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട കാലഘട്ടത്തിൽ അവളെ ശുശ്രൂഷിക്കാനായി പരിശുദ്ധി അമ്മ കടന്നു ചെന്നത് എലിസബത്തിൻ്റെ ഭവനം. അത് രണ്ടാമത്തെ ഭവനം. മൂന്നാമത്തെ ഭവനം ഏതാണ്? നിങ്ങൾ ആദ്യം പറഞ്ഞ കാനായിലെ കല്യാണ വീട്. പിന്നെ നാലാമത്തെ ഭവനം പറയാനായിട്ട് വലിയ സാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. നാലാമത്തെ ഭവനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ വീടാണ്. അപ്പോൾ യോഹന്നാൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് എവിടെ നമുക്ക് കാണാൻ സാധിക്കും? ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അല്ലേ? ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സംഗതിയുടെ അവസാനം എന്താണ്? അവൻ അവളെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ ഭവനം. ഇനി അഞ്ചാമത്തെ ഭവനം എവിടെയാണ്? അഞ്ചാമത്തെ ഭവനം എന്ന് പറയുന്നത് സെഹിയോൻ മാളികയാണ് അല്ലേ? എന്താണ്? പെന്തക്കോസ്തയ്ക്ക് സമാഗതമായപ്പോൾ പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചത് അഞ്ചാമത്തെ ഭവനം. ഇനി ആറാമതൊരു ഭവനം കൂടെയുണ്ട്. അതും പറയാനായിട്ട് സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ആറാമത്തെ ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനം തന്നെയാണ്. ഏതാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഭവനമാണ് പരിശുദ്ധി അമ്മ കടന്നു വന്നിരിക്കുന്ന ആറാമത്തെ വീട്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഭവനം ഏതാണ്? നസ്രത്തിലെ ഭവനം. രണ്ടാമത്തേത് എലിസബത്തിൻ്റെയും സക്രിയയുടെയും ഭവനം. മൂന്നാമത്തേത് കാനായിലെ കല്യാണ വീട്. നാലാമത്തേത് യോഹന്നാൻ്റെ വീട്. അഞ്ചാമത്തേത് സെഹിയോൻ മാളിക. ആറാമത്തേത് നമ്മുടെ സ്വന്തം വീട് അല്ലേ? നമ്മുടെ സ്വന്തം വീട്. അപ്പോൾ ഈ നമ്മൾ ആദ്യത്തെ 5 വീടുകളും എടുത്തു കഴിഞ്ഞാൽ അതിന് പൊതുവായിട്ടുള്ളൊരു ഗുണമുണ്ട്. എന്താണ്? പരിശുദ്ധി അമ്മ കയറിപ്പോയ വീടുകളൊക്കെയും എന്ത് ചെയ്യപ്പെട്ടു? പരിശുദ്ധി അമ്മയുടെ സന്ദർശനം കൊണ്ട്, പരിശുദ്ധി അമ്മയുടെ കാൽവെപ്പ് കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടു. ആ ഭവനങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് അല്ലേ? നമ്മളെ നസ്രത്തിലെ ഭവനത്തിൽ നമ്മളെടുത്ത് നോക്കി, അവിടെ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. പക്ഷേ ആ കുറവുകളൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്തു? ദൈവം എന്താണോ അവർക്ക് വിളമ്പിക്കൊടുത്തത് അത് അതേപടി ഭക്ഷിച്ചു അല്ലേ? ദൈവം എന്താണോ അവരുടെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തത് അത് അതേപടി ഭക്ഷിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ 2 പേരും തയ്യാറായപ്പോൾ അവിടെ പരാതികൾക്കോ പരിഭവങ്ങൾക്കോ തെല്ല് സ്ഥാനമില്ലാത്തത് കൊണ്ട് കർത്താവിനാൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. രണ്ടാമത്തെ ഭവനം എന്താണ്? എലിസബത്തിൻ്റെയും സക്രിയയുടെയും ഭവനം. ഒരാൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സക്രിയയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതോടൊപ്പം തന്നെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം 6-ാം മാസമാണ്. ഇനിയുള്ള മാസങ്ങൾ മുഴുവൻ വളരെയധികം പരിചരണം വേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാമെന്ന് വിചാരിച്ചാൽ കൂടെയുള്ള ഭർത്താവിന് സംസാരിക്കാനും സാധിക്കുന്നില്ല. അവിടെയാണ് പരിശുദ്ധമ്മ കടന്നു വരുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണ്? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ആ ഭവനം പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? അനുഗ്രഹിക്കപ്പെട്ടു. മൂന്നാമത്തെ ഭവനം കാനായിലെ കല്യാണ വീട് അല്ലേ? അവർക്ക് വീഞ്ഞില്ല. എന്ന് പറയുമ്പോൾ ഈശോ മറുപടി പറയുന്നത് എന്താണ്? സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്? ഏതെങ്കിലും മകന് പറയാൻ പറ്റുന്നൊരു വചനമാണോ? അമ്മയുടെ മുഖത്ത് നോക്കി സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതിനൊക്കെ ചില പശ്ചാത്തലങ്ങളുണ്ട്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അറിയും എന്താണ്? താൻ കർത്താവാണെന്നും പിന്നീട് എന്തിലേക്ക് പോകേണ്ടി വരും? കുരിശുമരണത്തിലേക്ക് പോകേണ്ടി വരുമെന്നും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ
ഈശോയുടെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടുത്തെ പരിചാരകരോട് പറഞ്ഞു, എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെടുന്നതിന് മാധ്യസ്ഥം ആരായിരുന്നു? അവിടെ ആരായിരുന്നു? പരിശുദ്ധി അമ്മയാണ്, അല്ലേ? പരിശുദ്ധി അമ്മയാണ് അവിടെ മാധ്യസ്ഥം. ഈ 4ാമത്തെ ഭവനം ഏതാണ്? യോഹന്നാൻ്റെ ഭവനമാണ്. യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ പൂമഴ പെയ്യുന്നത് എങ്ങനെയാണ്? ഈ യോഹന്നാൻ്റെ ജീവിതത്തിൽ വന്ന കുറേ മാറ്റങ്ങളാണ്. യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല. അവൻ കുറച്ചൊരു അധികാരമോഹിയും ക്ഷിപ്രകോപിയും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം അധികാരമോഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുടെ അടുത്ത് വന്ന ചില സുവിശേഷങ്ങളിൽ പറയും, അവർ കർത്താവിനോട് ചോദിച്ചു, അങ്ങ് മഹത്വത്തിൽ അങ്ങയുടെ വലതും ഇടതും ഇരിക്കാനുള്ള കൃപ നൽകണം. ചില സുവിശേഷങ്ങൾ പറയുന്നു, അവരുടെ അമ്മ വന്ന് യേശുവിനോട് യാചിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? അവരൊരു സ്ഥാനമോഹി, ഒരു സ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ സ്ഥാനമോഹങ്ങളും ഈ ക്ഷിപ്രകോപിയുമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എവിടെ മാറി? പരിശുദ്ധ അമ്മയോടുകൂടെ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് മാറി എന്ന സുവിശേഷം പറയും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന അറിയിപ്പ് ലഭിക്കുമ്പോൾ യോഹന്നാനും കൂടെ പത്രോസും ഓടുകയാണ്. യോഹന്നാന് വേണമെങ്കിൽ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ച് ഉറപ്പ് വരുത്താമായിരുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന്. പക്ഷേ യോഹന്നാൻ അത് ചെയ്തില്ല. എന്താ ചെയ്തത്? ചേട്ടായിക്ക് വേണ്ടി കാത്തിരുന്നു. ഇവിടെ കല്ലറയുടെ വാതിൽക്കൽ നിന്നോ, എന്നിട്ട് പറഞ്ഞു, കയറി നോക്കുക, അല്ലേ? സ്വഭാവത്തിൽ അവിടെ വ്യത്യാസം വന്നു. അപ്പോൾ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അവൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടു. ഇനി 5ാമത്തെ ഭവനം ഏതായിരുന്നു? സെഹ്യോൻ മാളിക. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പേടിച്ച് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരെ മുഴുവനും തൻ്റെ മക്കളെന്നുള്ള സ്ഥാനം നൽകിക്കൊണ്ട് പരിശുദ്ധി അമ്മ എന്ത് ചെയ്തു? വാടാ മക്കളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഉണ്ട്, അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്നു. ആത്മാവ് എന്തിൻ്റെ രൂപത്തിൽ? അഗ്നിനാവുകളുടെ രൂപത്തിൽ ആരുടെ മേൽ വന്നു? ആരുടെ മേൽ വന്നു? ശിഷ്യന്മാരുടെ മേൽ വന്നു. ഓക്കെ, അത് അനുഗ്രഹത്തിൻ്റെ ഉദാഹരണമല്ലേ? അപ്പോൾ പരിശുദ്ധി അമ്മ കടന്നു ചെന്ന ഭവനങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടുവെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഭവനവും. നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധി അമ്മയുടെ നിരന്തരമായ സാന്നിധ്യവും മാധ്യസ്ഥവും ഉണ്ടെങ്കിൽ ആ ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇപ്രകാരം പരിശുദ്ധി അമ്മ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പാപത്തിൻ്റെ ഒരു കറ പോലും ഇല്ലാതെ ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിച്ചപ്പോൾ അവിടുന്ന് നൽകിയ വലിയ സമ്മാനം എന്താണ്? ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന. വിശുദ്ധ പീറ്റർ ഡാമിയൻ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഈശോയുടെ സ്വർഗാരോഹണത്തെക്കാൾ മഹത്വപൂർണമായിരുന്നിരിക്കണം മറിയത്തിൻ്റെ സ്വർഗാരോപണം. ദൈവപുത്രനെ സ്വീകരിക്കാൻ മാലാഖമാർ മാത്രം വന്നു. എന്നാൽ മറിയത്തെ സ്വീകരിക്കാൻ മിശിഹായും വാനവഗണവും മുഴുവനും എത്തി. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, വ്യത്യാസം കണ്ടോ? ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ആരാണ് അകമ്പടി സേവിച്ചത്? മാലാഖമാര് മാത്രമാണ്. ഇവിടെ പരിശുദ്ധ അമ്മ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ, ആരോപിതയാകുമ്പോൾ അവിടെ വാനവ വൃന്ദം മാത്രമല്ല, മറിച്ച് ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുണ്ട്, സ്വന്തം പുത്രൻ കൂടെയുണ്ടെന്ന വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്വർഗാരോപണം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം വലിയൊരു സമ്മാനം കൊടുക്കാൻ ദൈവം ഇടവരുത്തിയത്? വലിയ സമ്മാനമല്ലേ? ഈ ലോകത്തിൽ തൻ്റെ ശരീരം അഴിയാതെ എന്ത് ചെയ്തു? ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയും 1950 നവംബർ 1-ാം തീയതി പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് പാപ്പ അത്യുദാരനായ ദൈവം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത്. ഈ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ആമുഖ ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക: അത്യുദാരനായ ദൈവം സർവശക്തനാണെന്നും അവന്റെ പദ്ധതികളിൽ പരിപാലനയും ജ്ഞാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്നും കാലാകാലങ്ങളിൽ മനുഷ്യരുടെ സന്തോഷങ്ങളിലൂടെയും
സങ്കടങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത രീതികളിലും ഇടപെടുന്നവനാണെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് പാപ്പ തൻ്റെ ചാക്രിക ലേഖനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഏത് മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും കർത്താവായ ദൈവം എന്ത് ചെയ്യുന്നു? അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയാ. എങ്ങനെയാണ്? ദൈവഹിതം അനുസരിച്ച് വന്നു ചേരാവുന്ന സഹനങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്നിട്ടും തീർച്ചയുണ്ടായിട്ടും അതൊക്കെ എന്ത് ചെയ്തു? പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും, അവളെല്ലാം എവിടെ സംഗ്രഹിച്ചു? എവിടെ സംഗ്രഹിച്ചു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് വന്നു ചേരാവുന്നതൊക്കെയും അത് നന്മയായിക്കൊള്ളട്ടെ, സഹനങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ അവൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ദൈവം പരിശുദ്ധ അമ്മയെ എന്ത് ചെയ്തു? ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ 2 വ്യക്തികളെ നമ്മൾ കാണും. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നല്ല, ദൈവം അവരെ എടുത്തു എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് ഹെനോക്ക് എന്ന് പറയുന്ന കഥാപാത്രം. ഹെനോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വചനത്തിൽ പറയും, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്ന്. എന്താണ്? ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്ന്. അപ്പോൾ ദൈവം അവനെ എടുക്കുന്നതിന് കാരണമായി തീർന്നത് എന്താണ്? അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു എന്നതാണ് കാരണം. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിലും ഇതുപോലെ നമ്മൾ വായിക്കാം, വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു, ദൈവം അവനെ സംഭവിച്ചതുകൊണ്ട് പിന്നീട് അവനെ കണ്ടിട്ടില്ല എന്ന്. പിന്നീട് അവനെ കണ്ടിട്ടില്ല. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ, നോക്കി വാക്കുകളൊക്കെ വളരെ കൃത്യമാണ്. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ. അതിൻ്റെ അർത്ഥം എന്താ? ഉടലോടുകൂടെ അവൻ എവിടേക്ക് എടുക്കപ്പെട്ടു? ദൈവത്തിങ്കലേക്ക് എടുക്കപ്പെട്ടു എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഹെനോക്കിനെ കുറിച്ച് പറയും, ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു, എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 49-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണാം, ഹേനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല, അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഹേനോക്കിനെ നീതീകരിക്കുന്നതിന് വേണ്ടി പറയപ്പെടുമ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അവൻ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ സാധിക്കണം. അതെപ്രകാരമാണ് സാധിക്കുന്നത്? ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഹെനോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ടു. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകനെ കുറിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലും രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്.
രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ അവിടെ ഏലിയ പ്രവാചകനെയും എലീശായെയും നമ്മൾ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജോർദാൻ നദി കടന്ന് മറുകരയിൽ എത്തിയപ്പോൾ ഏലിയ എലീശായോട് പറയും, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അതായത് ഏലിയ പ്രവാചകൻ എലീശായിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എലീശായ്ക്ക് എന്താണ് ഏലിയ പ്രവാചകൻ ചെയ്തു കൊടുക്കേണ്ടത്? ഇനി എലീശായ്ക്ക് എന്തെങ്കിലും ആഗ്രഹം, എലീശായ്ക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഏലിയ പ്രവാചകൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ എലീശ പറയുന്ന ഇപ്രകാരമാണ്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എലീശ ഏലിയ പ്രവാചകനോട് പറയുന്നത്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം? കാരണം എന്തുകൊണ്ടാ? ഈ ദൈവത്തിനോടുള്ള തീക്ഷ്ണത കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ആര് 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 ദൈവത്തിനുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. ഒരു ജനത്തെ മുഴുവനും ഒരു ബലിയർപ്പണത്തിലൂടെ, ഒറ്റ ബലിയർപ്പണത്തിലൂടെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാം, ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ചോദിക്കും, എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാൽ വെച്ച് സഞ്ചരിക്കും? എന്താണ്? എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാൽ വെച്ച് സഞ്ചരിക്കും? 2 വഞ്ചിയിൽ കാൽ വെച്ചാലുള്ള കുഴപ്പം എന്താ? ഒരു കുഴപ്പമില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വഞ്ചി അതിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങും നിൽക്കാൻ പറ്റാതെ പുതക്കോന്നും പറഞ്ഞ് വെള്ളത്തിലോട്ട് വീഴും, അല്ലേ? 2 വഞ്ചിയിൽ കാൽ വെച്ച് സഞ്ചരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബാലിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ പോയി കാണണം. അവിടെയും ഇവിടെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെ ആരാധിക്കണം? ബാൽ ദേവനെ ആരാധിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു ബലിയർപ്പണം നടത്തുന്നത്. ആ ബലിയർപ്പണത്തിലൂടെ ഒരു ജനത്തെ മുഴുവനും കൊണ്ടുവരികയാണ്. ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവനും വെല്ലുവിളിക്കും. എന്താണ്? കർത്താവിൻ്റെ മലയായ കാർമൽ മലയിൽ ബലിയർപ്പിക്കാനായി പോവുകയാണ്. 2 കാളകളെ നിങ്ങൾ തരിക. ഒരു കാളയെ ബലിയർപ്പിക്കുന്നത് ബാലിൻ്റെ പ്രവാചകന്മാരും, ഒരു കാളയെ ഞാനും ബലിയർപ്പിക്കാം. ഇതാണ് പന്തയം. അപ്പോൾ അതിനൊരു കുഴപ്പം കൂടെയുണ്ട്. തീ കത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ്? തീ കത്തിക്കാൻ. ബലിയർപ്പണത്തിന് എന്ത് ചെയ്യണം? ബലി സ്വീകരിക്കണമെങ്കിൽ കാളയെ ദഹിപ്പിക്കണം, അതിന് തീ കത്തിക്കാൻ പാടില്ല. അതായത് ബാലിൻ്റെ പ്രവാചകന്മാര് ബാൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഏലിയയുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. ഏത് ദൈവമാണോ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നത്, ആ ദൈവമായിരിക്കും ആര്? യഥാർത്ഥ ദൈവം, ഏകദൈവം. സൂപ്പർ വെല്ലുവിളിയല്ലേ? ജനം മുഴുവൻ കരഘോഷം മുഴക്കിയിട്ട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ വരുന്നതല്ലേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുക. ജനം മുഴുവൻ കൈയടിച്ചു. നല്ല പന്തയമാണ്. ബലിപീഠമൊക്കെ ഒരുക്കി ബാൽദേവന്റെ പ്രവാചകന്മാര് അവര് ഈ കാളക്കുട്ടിയെ ബലിപീഠത്തിന്മേൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയ പ്രാർത്ഥന കേൾക്കുന്നില്ല. എത്രമാത്രം ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രമാത്രം ഉച്ചത്തിൽ ബാൽദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പോൾ ഏലിയ അവരെ കളിയാക്കും. എന്തും പറഞ്ഞാൽ കളിയാക്കുന്നത്? നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യുകയായിരിക്കും? ഉറങ്ങുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ദൈവം എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കാൻ പോയതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ദൈവം വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ചു. സന്ധ്യയായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഏലിയ പ്രവാചകൻ വന്നു. വാടാ മക്കളെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും
വന്നിട്ട് എന്ത് ചെയ്യുക? ഈ തകർന്നു കിടക്കുന്ന ബലിപീഠം അവര് 12 കല്ലുകൾ നിരത്തി ഒരുക്കുകയാണ്. 12 കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 12 കല്ലുകൾ. അതിനു ചുറ്റും ചാലുണ്ടാക്കി വെള്ളം നിറച്ചു ബലിവസ്തു ബലിപീഠത്തിന്മേൽ വെച്ചു. ബലിപീഠത്തിന്മേൽ വെച്ചു ഒരൊറ്റ പ്രാർത്ഥനയെ നടത്തിയുള്ളൂ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് ഇന്ന് ഇപ്പോൾ ഈ ജനത്തിന് തെളിയിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും ദഹിപ്പിച്ചു കളഞ്ഞു. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ട ദൈവജനം ഏറ്റു പറഞ്ഞു, അങ്ങ് മാത്രമാണ് കർത്താവ്, അങ്ങ് മാത്രമാണ് കർത്താവ്. ഈ തീക്ഷ്ണതയാണ് ഏലിയ പ്രവാചകനുള്ളത്. അതുകൊണ്ടാണ് എലീശ ചോദിക്കുന്നത്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. തുടർന്ന് പറയും, ഏലിയ പ്രവാചകനോട് പറയും, ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് ഈ ചോദിക്കുന്നത്, വളരെ പ്രയാസമേറിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമം പിടിച്ച സംഗതിയാണ്. അപ്പോൾ വീണ്ടും ഏലിയ പ്രവാചകൻ പറയും, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. വീണ്ടും പറയും, അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരാഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീശ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇതാ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല, അവൻ വസ്ത്രം വലിച്ചു കീറി എന്ന്. നോക്കിയേ, വചനം പറയുന്നു അല്ലേ, അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അല്ലേ, അതായത് ആഗ്നേയ അശ്വങ്ങളും ആഗ്നേയ രഥങ്ങളും അവരെ തമ്മിൽ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ എങ്ങോട്ടേക്ക് എടുക്കപ്പെട്ടോ? എങ്ങോട്ടേക്ക് എടുക്കപ്പെട്ടോ? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കിയേ, അപ്പോൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് കടന്നുപോയതിന് പഴയ നിയമം നൽകുന്ന 2 പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആരാണ്? ഹേനോക്ക്. രണ്ടാമത്തെ ആരാണ്? ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ. നമുക്ക് ഓരോ കാര്യങ്ങളും സഭ വിശ്വാസ സത്യമായി നമുക്ക് നൽകുമ്പോൾ അതിന് പിന്നിൽ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടെയുണ്ട്, ബൈബിളിൽ നിന്നുള്ള പശ്ചാത്തലം കൂടെ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണാം, 12-ാം പിയൂസ് പാപ്പ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്: അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം അവളുടെ ഭൗതിക ജീവിത കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിനു ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നത് ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു വിശ്വാസ സത്യമായി ഇതിനാൽ നാം വ്യക്തമാക്കുകയും പ്രഖ്യാപിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മേൽ ഒരൊറ്റ സെൻറ്റൻസിൽ അല്ലേ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക: അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയും. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 സത്യങ്ങൾ ഒറ്റ വാക്കിൽ വിട്ടിരിക്കുക. എന്താണ്? ഒന്നാമത്തെ സത്യം എന്താണ്? പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, പരിശുദ്ധ അമ്മ നിർമ്മല കന്യകയും ആണ്. അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് ആരോപിതയുമായി. 4 വിശ്വാസ സത്യങ്ങൾ. എന്നിട്ട് പറയുന്നു, മറിയം അവളുടെ ഭൗതിക ജീവിത കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷം, ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ
സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. വെറും ആത്മാവ് മാത്രമല്ല സ്വർഗത്തിലേക്ക് സംവഹിക്കട്ടെ, പിന്നെ എന്താണ്? ശരീരത്തോടും കൂടെയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ നമ്മളുടെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ സഭയുടെ പഠനങ്ങളും വിശ്വാസ സത്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയും. ആ പുസ്തകത്തിൻ്റെ 966 ഖണ്ഡികയിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യത്തിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക ആരാണ്? ഉത്ഭവ പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട കന്യക ആരാണ്? ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക അല്ലേ? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്യുകയായിരുന്നു? അവർ ക്ഷീണിതരായിട്ട് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഈശോ എന്ത് ചോദിച്ചു? ഒന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? സമയമായി, ഇനിയിപ്പോൾ വന്ന ആളുകൾ കൊണ്ടുപോകും, എന്നാൽ അതിനു മുമ്പ് 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കും. ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിക്കുകയല്ലേ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത് അല്ലേ? ഒരു പഠന രീതിയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മൾ വരണം. പിടികിട്ടിയോ? അപ്പോൾ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യത്തിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക ആരാണ്? പരിശുദ്ധ കന്യക മറിയം. അവളുടെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടുവാൻ വേണ്ടിയായിരുന്നു. ഭാഗ്യവതിയായ കന്യകയുടെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റ് ക്രൈസ്തവരുടെ പുനരുത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനമാണ് എന്ന്. ഓക്കെ, വിശ്വാസ സത്യങ്ങൾ ഇങ്ങനെ അടിവരയിട്ടുറപ്പിക്കുകയാണ്. എന്താണ്? പരിശുദ്ധ അമ്മ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യത്തിൽ നിന്നും സ്വതന്ത്രമാക്കി കാത്തു സൂക്ഷിക്കപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ ഈ ലോകവാസത്തിന് ശേഷം എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് വർഷം 1981 നവംബർ 28. പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. 1981 നവംബർ 28 ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറയുന്ന രാജ്യം കേട്ടിട്ടുണ്ടോ? റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിലർ കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ല. എന്നാലും നമുക്ക് ഇന്ന് ആ രാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മറന്നു പോകത്തില്ല. ഇപ്പോൾ റുവാണ്ട എന്ന് പറയുന്ന രാജ്യം 1981 നവംബർ 28 അവിടുത്തെ കിബേഹു എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഈ ഗ്രാമത്തിലെ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവർ ലേഡി ഓഫ് കിബേഹു എന്നാണ് പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നത്. അതായത് പരിശുദ്ധ അമ്മ എവിടെയാണോ പ്രത്യക്ഷപ്പെടുന്നത് ആ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധ അമ്മയുടെ പേരുകളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ? നമുക്കറിയാവുന്ന മാതാവിൻ്റെ പേരുകൾ ഏതൊക്കെയാണ്? കേൾക്കട്ടെ. ലൂർദ് മാതാ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാൻസിലെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമ മാതാ എവിടെ പ്രത്യക്ഷപ്പെട്ടു? പോർച്ചുഗലിലെ ഫാറ്റിമയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കൃപാസന മാതാവ്, അത് നമ്മുടെ ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ
ഗ്വാദലുപ്പെ മാതാവ്. അതുപോലെയാണ് അവർ ലേഡി ഓഫ് കിബേഹു. കിബേഹു എന്ന് പറയുന്ന റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അൽഫോൺസിൻ, മേരി ക്ലെയർ, നതാലി എന്ന് പറയുന്ന 3 പെൺകുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ചില സന്ദേശങ്ങൾ കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾക്ക് ചില സന്ദേശങ്ങൾ കൊടുത്തു. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്, അങ്ങനെ വലിയ പ്രായമുള്ളവർക്കൊന്നും സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടാറില്ല, കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില സന്ദേശങ്ങൾ കൊടുത്തു. ആ സന്ദേശങ്ങളൊക്കെ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഈ കിബേഹു എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആരും അതിനെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു വരുത്തി. എന്താണ്? ഭ്രാന്താണ്, ഭ്രാന്താന്ന് പറഞ്ഞു വരുത്തി. ഇങ്ങനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കാര്യമില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ കാലങ്ങൾ കഴിയും തോറും അവർക്കൊരു ദർശനം കൊടുക്കുകയാണ്. ഈ കിബേഹുവിലെ ഈ 3 പെൺകുട്ടികൾക്ക് ഒരു ദർശനം കൊടുക്കുന്നു. ഇപ്രകാരമാണ്, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. ആ ദർശനത്തിൽ ഇപ്രകാരമാണ്: അവരുടെ മുൻപിൽ സൂര്യൻ 2ആയി പിളർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു മരം, തീ പിടിച്ച ഒരു മരത്തിൻ്റെ ഒരു കാഴ്ച കൊടുക്കുന്നുണ്ട്. അഗാധമായ ഒരു ഗർത്തമുണ്ടാകുന്നു. ഏതോ ഒരു വന്യജീവി എല്ലാവരെയും വിഴുങ്ങാൻ വേണ്ടി ഉഗ്രപ്രതാപിയായി അവതരിക്കുന്നു. കുഞ്ഞുങ്ങൾ പേടിച്ച് അലറിക്കരയുന്നു. അതോടൊപ്പം തന്നെ ചിതറിക്കപ്പെടുന്ന തലയോട്ടികളും ശരീരവും അവിടുത്തെ പുഴ രക്തപ്പുഴയായി ഒഴുകുന്നു. ഇതാണ് അവർക്ക് ലഭിച്ച ദർശനം എന്ന് പറയുന്നു. എല്ലായിടവും കണ്ണീരും വിലാപവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, ദർശനം കൊടുത്തു, ചിലതൊക്കെ സംഭവിക്കും. രക്തപ്പുഴ ഒഴുകുമെന്നാണ് മാതാവ് ദർശനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് സംഭവിക്കും ഒരു 12 വർഷത്തിന് ശേഷം. 1994 ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യ നടന്ന സംഭവം റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തിൽ അരങ്ങേറിയത് ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യ, മനുഷ്യനെ കൊന്നൊടുക്കിയ നരഹത്യ. ഏതാണ്ട് 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും അകത്ത് ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. എത്രയാണ്? 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. അതായത് പരിശുദ്ധ അമ്മ ഈ ഒരു ദർശനം നൽകി. ആ ദർശനം അവിടെ ഉണ്ടാവുകയാണ്, സത്യസന്ധമായി നടത്തപ്പെടുകയാണ്. ഈ നരഹത്യയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെട്ട ഒരു സ്ത്രീ അവരെഴുതിയ ഒരു പുസ്തകമാണ് അന്ന് ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി എഴുതി വെക്കുന്നത്. ഇമാക്കുലി ഇല്ലിബെഗീസ എന്ന് പറയുന്ന ഒരു 21കാരി രക്ഷപ്പെട്ടതിൻ്റെ കഥ അവിടെ ആത്മകഥയായിട്ട് എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ലെഫ്റ്റ് ടു ടെൽ എന്നുള്ളതാണ്. പറയാൻ അവശേഷിച്ചതെന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് വിവർത്തനം ചെയ്യാൻ. പറയാൻ അവശേഷിച്ചത്. അപ്പോൾ ഈ 21 വയസ്സുകാരി കുറിക്കുകയാണ് അന്ന് ആ നാട്ടിൽ സംഭവിച്ചതിനെക്കുറിച്ച്. അതായത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധഭീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു യുദ്ധമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മാച്ചറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഉപകരണമുണ്ട്. അതായത് ഗദ പോലെ ഇരിക്കും, അല്ലേ? നമ്മൾ ഹനുമാൻ്റെ ഗദയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇരിക്കുന്ന ആയുധം, വാക്കത്തി, ഇതൊക്കെ ഉപയോഗിച്ചാണ് മനുഷ്യനെ കൊന്നൊടുക്കിയത്. ഇപ്പോൾ 2 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഹുത്തു എന്ന് പറയുന്ന ഗോത്രവും ടുട്സി എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കാണ് വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നുപോയത്. അപ്പോൾ ഈ യുദ്ധം നടന്ന് ഞാൻ പറഞ്ഞു എത്ര പേരാണ് മരിച്ചത്? ഏതാണ്ട് 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് മരണപ്പെട്ടത്. മാതാവ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൃത്യമായ സന്ദേശം കൊടുത്തിരുന്നു. ഈ റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തിലെ ഓരോ മനുഷ്യരും അനുതാപത്തിലേക്ക് കടന്നു വരണം, അവർ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരണമെന്ന് വലിയ സന്ദേശം കൊടുത്തു. പക്ഷേ അതവർ ഉൾക്കൊണ്ടില്ല.
അതിന് പകരമായിട്ടാണ് ഈ വലിയ നരഹത്യ ഉണ്ടാകുന്നത്. അന്നിവൾ ഈ നരഹത്യയുടെ അവസരത്തിൽ ഇവൾ അനുഭവിച്ച തീവ്രമായ വേദനകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഇപ്രകാരമാണ്: ഇവളും ഇവളുടെ അപ്പനും ഇവളുടെ അമ്മയും, ഇവൾക്ക് 3 സഹോദരന്മാര്. ഈ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഇവളുടെ ഒരു സഹോദരൻ വേറൊരു രാജ്യത്ത് വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 പേരും ഈ വീട്ടിൽ ഉത്തമ കത്തോലിക്കരായ കുടുംബം, കത്തോലിക്ക ജീവിതം നയിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററുമുണ്ട്. അത് ഇവർക്ക് ഓപ്പോസിറ്റുള്ള ഗോത്രത്തിലെ മനുഷ്യനാണ്. അങ്ങനെ ഈ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മാതാപിതാക്കളും സഹോദരങ്ങളും ചേർന്ന ഈ ഇമ്മാക്കുലി ഇല്ലി ബഗീസയ്ക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. ഇവളെ വിളിച്ച് ഇവളുടെ പിതാവ് ഇപ്രകാരം പറയും: ഈ രാത്രിയിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മളെ ആക്രമിക്കാൻ കടന്നു വരുന്നവർ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നമ്മുടെ ഭവനത്തെ ആക്രമിക്കാം, നമ്മളെ കീഴ്പ്പെടുത്താം. ഒരുപക്ഷേ നമ്മുടെ ഭവനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ആദ്യം കൊല്ലുന്നത് ഒരുപക്ഷെ നിന്നെയായിരിക്കാം. നിന്നെ ലൈംഗികമായി ഞങ്ങളുടെ സ്വന്തം മാതാപിതാക്കളുടെ മുൻപിലിട്ട് പീഡിപ്പിച്ചിട്ടായിരിക്കാം നിന്നെ കൊല്ലുന്നത്. അത് കാണുവാനുള്ള ശക്തിയും കെൽപ്പും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഈ രാത്രിയിൽ നീ ചെയ്യണം. ഇദ്ദേഹം തൻ്റെ കൂട്ടുകാരൻ്റെ പേര്, ഒരു പാസ്റ്ററായിട്ടുള്ള മനുഷ്യൻ, എതിർ ഗോത്രത്തിലുള്ള മനുഷ്യൻ്റെ പേരും വീട്ടിൻ്റെ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് പറയും: ഈ രാത്രിയിൽ നീ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അവൻ ഒരുപക്ഷെ നീ പറയുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ ഒരു സാധ്യതയും ഉണ്ടാവില്ല. പക്ഷേ നീ അവനോട് കേണപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നിന്നെ രക്ഷിക്കാനായി അവന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ഇവളിങ്ങനെ ഇറങ്ങുന്ന വഴിക്ക് വീണ്ടും അപ്പൻ ഈ മകളെ തിരിച്ചു വിളിച്ചിട്ട് ഈ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ജപമാല എടുക്കും. പാരമ്പര്യമായി തൻ്റെ അപ്പനപ്പൂപ്പന്മാര് ഉപയോഗിച്ചിരുന്ന വിശുദ്ധമായ ജപമാല, പരിശുദ്ധമായ ജപമാല എന്ന ആയുധം ഈ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും: ഒരുപക്ഷെ ഈ യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം ഒരുപക്ഷെ നീ തിരികെ വരാം, ഒരുപക്ഷെ ഞങ്ങൾ നിന്നെ രക്ഷിക്കാനായി കടന്നു വരാം, അല്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെടാം. ഈ വീട് നിൽക്കുന്നിടത്ത് വീട് പോലും ഉണ്ടാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. പക്ഷേ നിന്നെ കാത്തു സംരക്ഷിക്കാൻ ഇന്നു മുതൽ നിന്റെ കൂടെ ആരുണ്ട്? പരിശുദ്ധ അമ്മ നിന്റെ കൂടെയുണ്ട്. അങ്ങനെ ആ തണുത്ത രാത്രിയിൽ, ആ തണുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉള്ളിൽ ഒരുപാട് ഭീതിയുണ്ട്. പോകുന്ന വഴികളിൽ ആരാലും ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അദ്ദേഹം, ആ മനുഷ്യൻ ഇവളെ ആദ്യം സ്വീകരിക്കില്ല. ഇവളിങ്ങനെ കേണപേക്ഷിക്കുമ്പോൾ ഇവളെ ഈ മനുഷ്യൻ സ്വീകരിക്കും. ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കും. ഇവളുടെ കൂടെ മറ്റ് 7 പെൺകുട്ടികൾ കൂടെ ഇവളുടെ കൂടെയുണ്ട്. ഈ വീട്ടിനകത്ത് പ്രവേശിക്കും. ഈ പാസ്റ്റർ ഉപയോഗിക്കുന്ന മുറി ഈ പാസ്റ്ററിൻ്റെ ടോയ്ലറ്റ്. ഈ പാസ്റ്ററിൻ്റെ ടോയ്ലറ്റിനുള്ളിലാണ് ഈ 7 പേർ അല്ലെങ്കിൽ 8 പേരെയും കയറ്റി നിർത്തുന്നത്. ഈ പുസ്തകത്തിനകത്ത് ഈ ടോയ്ലറ്റിൻ്റെ നീളവും വീതിയുമൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലെ ടോയ്ലറ്റിന് നീളവും വീതിയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 6 അടി അല്ലേ, 6 7 ഒക്കെ കാണും. നീളവും വീതിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അവൾ കുറിച്ച് വെക്കുന്നുണ്ട്: 8 പേർ ചേർന്ന് ഒരുമിച്ച് ജീവിച്ച ടോയ്ലറ്റിൻ്റെ നീളം 4 അടിയും വീതി 3 അടിയുമാണ്. ഇതിനകത്ത് ക്ലോസറ്റുണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാഷ് ബേസിനുണ്ട്. ഇതിനിടയിൽ തിങ്ങി നെരുങ്ങി വേണം ഈ 8 പേരും നിൽക്കാനായിട്ട്. നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇവരെ ഞെരുക്കിക്കൊണ്ട് ഈ ടോയ്ലറ്റിൻ്റെ വാതിലടയ്ക്കും. വാതിലടച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുറിയിലെ വലിയൊരു അലമാര ഈ ടോയ്ലറ്റിൻ്റെ വാതിലിന് മുൻപിൽ നീക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വാതിലിൻ്റെ അല്ലെങ്കിൽ ഈ അലമാരയുടെ പുറകിൽ വേറൊന്നുമില്ല, വെറും ഒരു മതിൽ മാത്രമാണ് കാണുന്നത്. ഈ ടോയ്ലറ്റിനകത്ത് ഇവരിങ്ങനെ ജീവിക്കുകയാണ്. ഈ ടോയ്ലറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇവൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ഞാൻ എൻ്റെ കൈകൾ ചേർത്ത് വെച്ച് എൻ്റെ പിതാവിൻ്റെ ജപമാല മുറുകെ പിടിച്ച് നിശബ്ദയായി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ദൈവമേ ദയവായി ദയവായി എന്നെ സഹായിക്കും. എങ്ങനെയാ? ജപമാല ചേർത്ത് പിടിച്ചുകൊണ്ടാ അവളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവളുടെ പിതാവ് കൊടുത്ത ശക്തമായ ഒരായുധം അത് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദയവായി എന്നെ സഹായിക്കും. ഇങ്ങനെ മരിക്കാൻ എനിക്കിടയാക്കരുതേ. ഈ കൊലയാളികൾ എന്നെ കണ്ടെത്താൻ അനുവദിക്കരുതേ. ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന നീ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. ദൈവമേ, ഞാനിതാ ചോദിക്കുന്നു, ഈ കൊലയാളികൾ ദൂരെ പോകാൻ ഇടയാക്കണമേ. ഈ കുളിമുറിയിൽ വെച്ച് മരിക്കാൻ എന്നെ അനുവദിക്കരുതേ. ദയവായി ദൈവമേ എന്നെ രക്ഷിക്കണമേ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് 3 പേർക്ക് കഷ്ടിച്ച് നിൽക്കാവുന്ന ഈ ടോയ്ലറ്റിനുള്ളിൽ 8 പേര് നിൽക്കുമ്പോൾ അവളുടെ പിതാവ് കൊടുത്ത ജപമാല കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവളുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കാം, ഞങ്ങൾ 8 പേർ ഈ ടോയ്ലറ്റിനുള്ളിൽ ചിലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് മനസ്സിലും ചിന്തിച്ച് നോക്കി, എത്ര ദിവസം നമുക്ക് നിൽക്കാൻ പറ്റും? ഭക്ഷണമില്ല, വെള്ളമില്ല. കിട്ടുന്ന അവസരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഈ പാസ്റ്റർ കൊണ്ട് കൊടുക്കും, അല്ലാതെ വേറൊന്നുമില്ല. ഫ്ലഷ് ഓപ്പൺ ചെയ്യാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല, ശ്വാസം പോലും വിടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു ടോയ്ലറ്റിനുള്ളിൽ ഈ 8 പേർ എത്ര ദിവസം കടന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളാണെങ്കിൽ എത്ര ദിവസം കിടക്കാൻ പറ്റും? ഒരു ദിവസം കിടക്കുമോ നമ്മൾ? ഒരു ദിവസം നിൽക്കുമോ നമ്മൾ? ഇല്ല. അവൾ എഴുതി വെക്കുന്നുണ്ട്, ഞാനും മറ്റ് 7 പേരും അടങ്ങുന്ന ഞങ്ങൾ ഈ ടോയ്ലറ്റിനുള്ളിൽ ചിലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം 91. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? പറ്റുമോ? 91 ദിവസം, 91 ദിവസം ഒരു കുഞ്ഞു ടോയ്ലറ്റിനുള്ളിൽ 8 പേര് ചിലവഴിക്കുക. ഈ യുദ്ധമൊക്കെ അവസാനിച്ച് ഇറങ്ങി വരുമ്പോൾ ശരിക്കൊന്ന് നിലത്ത് കാലുറപ്പിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഇറങ്ങി വരുന്നത്. കാരണം അങ്ങ് ശോഷിച്ചു. കൃത്യമായ ആഹാരമില്ല, വെള്ളമില്ല. പക്ഷേ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഈ 91 ദിവസവും ഞാൻ ചെലവഴിച്ച ഈ ടോയ്ലറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അവൾ അവളുടെ ദൈവത്തെ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? ടോയ്ലറ്റിനുള്ളിലാണ് അവൾ അവളുടെ ദൈവത്തെ കണ്ടെത്തിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 91 ദിവസവും ജീവൻ നിലനിർത്താൻ സഹായിച്ചത് ആരാണെന്ന് പ്രഖ്യാപിക്കുക, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തമ്പുരാൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് സംഭവിച്ചത്. അവൾ അവളുടെ ദൈവത്തെ കണ്ടെത്തുക. ഇന്ന് അമേരിക്കയിൽ ലെഫ്റ്റ് ടെൽ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ CEO ആയിട്ട് ഈ സ്ത്രീ വർക്ക് ചെയ്യുകയാണ്. ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഉത്തമ കത്തോലിക്ക വിശ്വാസികളായിട്ട് ജീവിക്കുക. ഉത്തമ കത്തോലിക്ക വിശ്വാസികളായിട്ട് ജീവിക്കുക. അവൾ എഴുതുന്ന പുസ്തകങ്ങൾ മുഴുവനും വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം അവൾ ആ 91 ദിവസം അവൾ അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം. നമ്മൾ പറയുന്നുണ്ട്, ഈ 91 ദിവസം ഞാൻ 1000കണക്കിന് 10000കണക്കിന് ജപമാല ചൊല്ലിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1000കണക്കിന് 10000കണക്കിന് ജപമാലകൾ ഞാൻ അതിനകത്തിരുന്ന് ചൊല്ലിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൈവസ്നേഹം അവൾ അനുഭവിച്ചതാണ് 91 ദിവസം. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഈ നരഹത്യയുടെ ചരിത്രത്തിലിടം പിടിച്ച ഈ നരഹത്യയിൽ ആ കുളിമുറിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. നമുക്കിങ്ങനൊരു അനുഭവം ഉണ്ടാകണം. ദൈവം നമ്മളിങ്ങനെ കാത്ത് സംരക്ഷിക്കുമ്പോൾ ആ ദൈവസ്നേഹം കണ്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ നടിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പോകരുത്. നമ്മൾ ഒരിക്കലും പോകരുത്. ആ ദൈവസ്നേഹം എന്താണെന്ന് നമ്മളറിയാം. നമ്മൾ ഈ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടു കൂടി. പലരും പറയും, എന്തിനാ അതൊക്കെ പ്രാർത്ഥിക്കുന്നേ?
എന്തിനാ അതൊക്കെ പ്രാർത്ഥിക്കുന്നേ? അപ്പം നമ്മൾ പറയണം, എൻ്റെ വിശ്വാസമാണത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 8 വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാളായത്. വിശുദ്ധ ഡൊമിനിക്കിനാണ് പരിശുദ്ധയമ്മ ഈ ശക്തമായ ആയുധം കൊടുത്തത്. അല്ലാതെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ആയുധമല്ല ഇത്, പരിശുദ്ധയമ്മ കൊടുത്തിരിക്കുന്ന ആയുധം. അതുകൊണ്ട് ആ ദൈവസ്നേഹത്തെ നമ്മൾ അറിയണം. പരിശുദ്ധയമ്മയെ ഒരിക്കലും പുറംകാല് കൊണ്ട് തള്ളിക്കളയാനായിട്ട് പാടില്ല. അവിടെ നമുക്ക് പരിശുദ്ധയമ്മയുടെ ആ സ്നേഹമൊക്കെ നമുക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്ക് ശരിക്കൊന്ന് വിശ്വാസത്തിലേക്ക് ഒന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. വലിയ വിശ്വാസിയായിട്ട് ജീവിക്കുക ഇവരുടെ കുടുംബം. കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ. ഒന്ന് നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ, പരിശുദ്ധ അമ്മയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ കടന്നു ചെന്ന ഭവനങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. ഇനി നമ്മുടെ ഭവനങ്ങളാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. നമ്മളതൊരു വിശ്വാസം നമുക്കുണ്ടാകും. സ്വർഗാരോപിത മാതാവിനെ കുറിച്ച് ചിന്തിച്ചു. പഴയ നിയമത്തിലെ ഹെനോക്കിനെ കുറിച്ചും ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ കണ്ടു. പരിശുദ്ധയമ്മ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ വിശ്വാസ സത്യം പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകളുടെ 12-ാം പീയൂസിൻ്റെ വാക്കുകളിലൂടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ കടന്നുപോയി. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് റുവാണ്ടയിലേക്ക് ബേഹു എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇമാക്കുലി ഇല്ലിബഗീസ എന്ന് പറയുന്ന 21-കാരി കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് മാറ്റി നിർത്തിയത് ഏതോ വലിയ നന്മയ്ക്ക് വേണ്ടി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാം വാക്യം വചനം വളരെ വ്യക്തമാണ്. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയറപ്പെട്ട പരിശുദ്ധ മറിയമേ, സകല സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ തനിക്ക് സ്വീകാര്യരാക്കിയവരെയും അവിടുന്ന് മഹത്വപ്പെടുത്തി എന്ന തിരുവചനം പരിശുദ്ധ അമ്മയിൽ നിറവേറിയല്ലോ. പരമപരിശുദ്ധനായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തെ കുടിയിരുത്താനും ആത്മശരീരമാനസ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ ഒക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നല്ല കാലാവസ്ഥ ലഭിക്കുവാനും അതോടൊപ്പം തന്നെ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയോടുകൂടെ ആചരിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വികാരിയച്ഛനെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ നമുക്ക് സമർപ്പിക്കാം. ഇടവകയുടെ പൊതുവായ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുമ്പോൾ കുടുംബത്തിൻ്റേതായിട്ടുള്ള വേദനകളും നൊമ്പരങ്ങളും നിരാശകളും ഒക്കെ സമർപ്പിക്കാം. സുഖങ്ങളും സന്തോഷങ്ങളും രോഗാവസ്ഥകളും നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ നമുക്കുണ്ട്. അവയൊക്കെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കരങ്ങളൊക്കെ ഉയർത്തി, കരങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉയർത്തി, എല്ലാ കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തി, 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തി, വിശ്വാസത്തോടു കൂടെ ദൈവ സ്നേഹം ഇന്നെനിക്ക് അനുഭവിക്കണം, അനുഭവവേദ്യമാകണം
എന്ന താല്പര്യത്തോടെ വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ മഹത്വം. എല്ലാവരും സ്തുതിച്ചേ. ഹൃദയം തുറന്ന കർത്താവിനെ സ്തുതിച്ചേ, അതരം തുറന്ന കർത്താവിനെ സ്തുതിച്ചേ. എല്ലാ നാവുകളും ചലിപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ഈശോയേന്ന് വിളിച്ചേ. സ്വരമുയർത്തിന്ന് വിളിച്ചേ മക്കളെ, എല്ലാവരും വിളിച്ചേ. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇന്ന് ഈശോ നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒന്ന് സ്തുതിച്ചേ. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ മഹത്വം. സ്വരമുയർത്തി ഒന്ന് ഈശോയേന്ന് വിളിച്ചേ. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. കരങ്ങളടിച്ച് നമുക്ക് പാടാം. ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. നമ്മുടെ കരഘോഷങ്ങളൊക്കെയും കർത്താവിന് സ്തുതിയുടെ കാരണങ്ങളാക്കുന്നു. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോട് കൂടെ, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോട് കൂടെ. ഈജിപ്തിലടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോട് കൂടെ, വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകി ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലുടനീളം കൂടെ നടന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ദൈവം ഈശോയാണ് എന്ന മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടാം. സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് പാടി. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോട് കൂടെ. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോട് കൂടെ, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം
ദൈവം നമ്മോടുകൂടെ. പാപങ്ങൾ മോചിക്കും, രോഗങ്ങൾ നീക്കിടും ദൈവം നമ്മോട് കൂടെ. ആശ്വാസമേകിടും, ആനന്ദമേകിടും ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. യഹോവയാ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. യഹോവയാ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ദൈവമേ നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമായി നോക്കിയിടല്ലേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമായി നോക്കിയിടല്ലേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമായി നോക്കിയിടല്ലേ. എന്നെന്നും ഞങ്ങളെ നീ ഭക്ത്യാവണങ്ങോക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി ഉദാശേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾക്കിഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാവണം എന്നുമെന്നും. പാവനാത്മാവിലും ആവീതം നിസ്തൂലം സ്തോത്രമുണ്ടാവണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നിന്ന് വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്ന് അവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമാണ് വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യം എന്നും മടങ്ങുവാൻ അനുഗ്രഹമല്ലണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ട് കൈയും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ നിയോഗങ്ങൾക്കും ഈശോ വരണമേ എന്ന പ്രാർത്ഥനയോടെ എത്ര സ്വരമുയർത്തി യേശുവെന്ന് വിളിക്കാൻ സാധിക്കും അത്രയും സ്വരമുയർത്തി
ഈശോ ഉയർത്തി ആശീർവദിക്കുമ്പോൾ ഉച്ചസ്വരത്തിൽ ഒന്ന് ചേർന്ന് ഈശോയ് 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 എല്ലാവരും ഈശോയ് ഈശോയ് ഉച്ചസ്വരത്തില് ഈശോയ് ഈശോയ് എല്ലാ വേദനകളിലേക്കും എല്ലാ രോഗങ്ങളിലേക്കും എല്ലാ സങ്കടങ്ങളിലേക്കും ഈശോയെ നമുക്ക് വിളിക്കാം. ഈശോയ് 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ